നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാര്യങ്ങൾ എന്തെങ്കിലും ഭംഗിയായിട്ട് നടക്കും. രഘു മേനോൻ ചേട്ടനോ? മേനോൻ ചേട്ടനെ കണ്ടില്ലെന്ന് ഞാനിപ്പോ സുജാതോട് പറഞ്ഞതേ ഉള്ളൂ. അത് താനൊരു വെറും വാക്ക് പറഞ്ഞാണെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു ഭംഗിവാക്കാണെന്ന്? സുജാതേ നീ വന്നേ. രഘുവേട്ട ഇപ്പൊ വരാം. വരുന്നേ. ആരൊക്കെയായത്? രഘുവേട്ടൻ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. അതാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സമ്മതിച്ചു. അല്ല, മോളും മരുമോനും ഒന്നും വന്നില്ലേ? അവര് നേരെ മണ്ഡപത്തിലേക്ക് വരും സുജാതെ. ഞങ്ങള് നേരെ ഇങ്ങ് പോന്നേ ഉള്ളൂ. ശരി, ഇരിക്കൂ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. എപ്പോഴാ ഇറങ്ങിയത്? ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ ടെൻഷനാണോ? എന്റെ ഏട്ട, ഈ സമയത്ത് കെട്ടാൻ പോകുന്ന ആണായാലും പെണ്ണായാലും കണ്ണാടിയിൽ നോക്കി ഓരോ മിനുക്ക് പണികളും നടത്തിക്കൊണ്ടേയിരിക്കും. അല്ലാതെ നഖവും കടിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും. ബന്ധുക്കളൊക്കെ വന്നു. കൂടുതൽ ആളുകളും മണ്ഡപത്തിലേക്ക് നേരിട്ടല്ലേ വരുന്നേ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. സാറമ്മയുടെ അടുത്തുണ്ടല്ലേ? കൊള്ളാലോ. അല്ലെങ്കിൽ ഏട്ടന് സാറെ കണ്ണെടുത്താ കണ്ടുകൂടാത്തതാണല്ലോ. പക്ഷെ കല്യാണ ദിവസം സാറ വേണം. സത്യത്തിൽ ഇതാ റിയൽ ഫ്രണ്ട്ഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകോഴികളെ പോലെ നടന്നിട്ട് ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഞാൻ സാറെ കണ്ടില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. വേണ്ട. സോമൻ, ഹലോ. ഹലോ, എടാ നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ സോമൻ ചേട്ടൻ? പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ? സുഖമായിട്ട് പോകുന്നു. ഭംഗിയായിട്ട് പോകുന്നു അല്ലേ? അതെ. എന്നാ സാറേ? സാറേ ഈ സമയമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? സാറയും ശ്രുതിയും അവരുടെ അച്ഛനും കൂടെ ചേർന്ന് കല്യാണം മുടക്കാനുള്ള എന്തോ ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്ന്. കല്യാണം മുടക്കാണ്? സാറ് ഭയപ്പെടാതിங்க സാർ. அந்த கல்யாண மண்டபத்தோட പരിസരത്ത് யாராவது வந்தா அவரை கால் நான் தள்ளி பிடிக்கும். അതിനുള്ള ആൾക്കാർ നമ്മ കൂടെ ഇരിക്കും. എനിക്ക് പേടിയുണ്ടോ ശരവണ? സാറേ, നിത്യ മേഡത്തെ സാർ സ്നേഹിച്ചു തുടങ്ങിയപ്പോ ഞാൻ എന്നെ சொன்னேன், எனக்கு உயிர் இருந்தா നിങ്ങളുടെ കല്യാണം നടക്കും. അതെപ്പറ്റി കവല വേണ്ട സാർ. മണ്ഡപത്തിൽ അതിന് ചുറ്റുമൊക്കെ നിന്റെ ശ്രദ്ധ ഉണ്ടാവണം. എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയൊന്നും വരില്ല. വീടുങ്ക സാർ, അതെല്ലാം ഞാൻ പാത്തിக்கிறேன். മോനെ ജീവ, നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? ടെൻഷൻ ഇരിക്കും സാർ, മാരേജ് താനേ, അത് ഇരുന്നാത്താ ഒരു രസം. സുജാതെ, നമുക്ക് ഇറങ്ങാൻ നേരെ കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.